എന്തുകൊണ്ട് ആരൊക്കെ വിളിച്ചല്ലോ, ഇനി ആരാ വിളിക്കാനല്ലോ ഏട്ടനെ ഫോണെടുത്ത് വിളിക്കേണ്ട. പിന്നെ വേറൊന്നാണോ, വനവാസി ഊരുകൾ ഒരു സംഘടനയും ഒരു പ്രസ്ഥാനം ചെയ്യാൻ പാടില്ല, ഒരാൾ സമ്മർദ്ദത്തിന് പോകാൻ പാടില്ല. ഈ യോന്മാരൊക്കെ അവിടെങ്ങളായിട്ട് ഈ പാവയുടെ ഭാഷമാരെയൊക്കെ പിടിച്ച് ഇങ്ങനെയൊക്കെയുള്ള ഗോക്രി കാണിക്കുമ്പോഴേ വാസ്തവം പറഞ്ഞാൽ ഇപ്പം ഒരു ചിരിയാണ് കടന്നു വരുന്നത്. ഈ ISIS തീവ്രവാദികളെല്ലാം കൂടെ കുറേ പാവപ്പെട്ടവരൊക്കെ പിടിച്ച് മുഖം മൂടി വെച്ച് ഷൂട്ടൊക്കെ ചെയ്ത് പിന്നെ സംഖ്യകൾ അവിടെ നിന്ന് ശ്രീറാം വിളിച്ചൊക്കെ കുറച്ച് തരയുടെ കാണിക്കുമ്പം ഇവന്മാരിക്കുന്നു ഇതിലൂടെ ഒരു ഫോബിയ, ജനങ്ങൾക്കൊരു ഭയം, അലർട്ട് ഇങ്ങനെയൊക്കെ വരുത്തുമ്പം ഇടേ അതൊക്കെ ഓൾഡ്, അതൊക്കെ അങ്ങ് പോയി. അതൊക്കെ ഇപ്പം പൈങ്കിളി വേറെ LKG ആണതെല്ലാം. ഈ വടിവാളും ഈ ഫോബിയ, മാസ് ഫോബിയ സമൂഹത്തിൽ ഇങ്ങനെ വന്നിട്ടിരിക്കുമ്പോൾ ഇവിടെ ഈ പിന്നെ ഈ പിന്നെ റോഡിലൊക്കെ ഇങ്ങനെ ലഘുലേഖം കൊണ്ടൊക്കെ വീടുകളിലൊക്കെ വരുന്നില്ലേ, നിൻ്റെയൊക്കെ ചിന്ത മാർപ്പാപ്പ അവിടെ നിന്ന് ഓർഡർ ഇട്ട് പിന്നെ ഇന്ത്യയിലെ പോപ്പിൻ്റെ കയ്യിൽ കൊടുത്ത്, ഇന്ത്യയിലെ പോപ്പ് ഇവിടുത്തെ കേരളത്തിൻ്റെ ബിഷപ്പിൻ്റെ കൊടുത്ത് ഇവരെന്തിനോ നിർദ്ദേശിച്ച് നിന്നെയൊക്കെ ഇങ്ങ് പിന്നെ മതം മാറ്റി പിന്നെ നിന്നെയൊക്കെ ദൈവം പൂശി വെച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി എന്നൊക്കെയാണ് നിൻ്റെയൊക്കെ ചിന്തയുടെ. ഇത്ര പൊട്ടന്മാരായിപ്പോയല്ലോ അവിടെ. ചാണകം എന്നൊക്കെ ഓരോരുത്തർ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഇത്രയും ഗതികെട്ട ഒരു അവസ്ഥ. നീ ഒരു കാര്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. പിന്നെ ഈ ഹിന്ദു മതത്തിൻ്റെ മേലധ്യക്ഷന്മാരായിരുന്നാലും മുസ്ലിം മത അധ്യക്ഷന്മാരായിരുന്നാലും ക്രിസ്ത്യനായിരുന്നാലും ഇപ്പോൾ പെന്തക്കോസ്തിൻ്റെ അധ്യക്ഷന്മാർ വരെ ഈ പല വിഷയങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നു. എൻ്റെ കാരണം അറിയാമോ എന്തൊക്കെ ഇവന്മാരെല്ലാം ഉണ്ടായിരിക്കുന്നു. മേലധ്യക്ഷന്മാർ അവന്മാർക്ക് FCR, പിന്നെ EDFI ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട്. അതുകൊണ്ടൊക്കെയാണ് ഇവന്മാരൊക്കെ ഇപ്പം CSIയിൽ ഏത് ബിഷപ്പ് പ്രതികരിച്ചു, പ്രൊട്ടസ്റ്റാന്റിൽ ഏത് ബിഷപ്പ്മാരും ഇപ്പം പെന്തക്കോസ്തിൽ ആരൊക്കെ ഒരുത്തരും പ്രതികരിക്കില്ല. പ്രതികരിച്ച നാളെ ED വീട്ടിൽ കയറി ചെക്ക് ചെയ്യുമെന്നറിയാം. മനസ്സിലായില്ലേ? പിന്നെ ഈ പാവപ്പെട്ട ഇങ്ങനെയൊക്കെ വീട്ടിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നില്ല. അവന്മാരെന്ന് പറഞ്ഞാൽ യുവന്മാരുമായിട്ടൊന്നും ഒരു ബന്ധമില്ലാത്തവന്മാരാണ്. യുവന്മാരൊക്കെ അവരുടെ ഒക്കെ പള്ളികളിൽ പോലും ജാതിയുടെ പേര് പറഞ്ഞൊക്കെ യുവന്മാർ ആരെയും കയറ്റില്ല. ഈ പാവപ്പെട്ടവരൊക്കെ ഇവരൊക്കെ ദൈവമേ എന്ന് വിളിച്ച് വീട്ടിലിരിക്കും. എന്നിട്ട് ചുമ്മാ വെറുതെ ഇരിക്കുമ്പോൾ എന്തെങ്കിലും ദൈവത്തിനൊരു കാര്യം ചെയ്യാം. എവരീ കൊടുക്കുന്ന ഈ ലഘുലേഖ എവർ തന്നെ വായിച്ചോ എന്ന് തന്നെ അവർക്കറിയത്തില്ല. അവർ ചുമ്മാ ഓരോരുത്തർ കൊണ്ട് ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുന്നു. അത് അവരുടെ ഒരു സന്തോഷം. അല്ലാതെ നിന്നെയൊക്കെ പിടിച്ച് ഇനി പൂശിന് സ്വർഗത്തിൽ കൊണ്ടുപോകാനോ മതം മാറ്റാനോ ഇവിടെ ക്രൈസ്തവ അതൊക്കെ പണ്ടൊക്കെ ഓരോരുത്തരൊക്കെ അങ്ങനെയുള്ളതൊക്കെ എന്ന് പറഞ്ഞാൽ അതിനൊരു ആത്മീയത വേണം. ഞാൻ മരിച്ചാലും ഒരു നിത്യതയിൽ പോകണേ. ഈ അങ്ങനെയൊക്കെയുള്ള ആത്മീയന്മാർ ഈ പള്ളിക്കകത്തും കോവിലിലും ക്ഷേത്രത്തിലും ഉണ്ടെങ്കിൽ ഈ ഭൂമി ഇങ്ങനെ ഇരിക്കൂടെ? എല്ലാം അവനവൻ്റെ കാര്യങ്ങൾ നോക്കി ഇവിടെ ജീവിക്കുമ്പോൾ ഈ പാവപ്പെട്ടവരെന്തൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നീ എന്തിന് കാലടിച്ചു ഓടിക്കുമെന്ന് കാലടിച്ച് ഓടിക്കണമെങ്കിൽ പിന്നെ ഈ വീടുകളിലെ ക്രിസ്ത്യൻ വീടുകളിലൊക്കെ ഈ ക്ഷേത്ര പിരിവിനും പിന്നെ ഒന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തന്മാർ വരുമ്പോൾ നമ്മൾ പൈസ കൊടുക്കാറുണ്ട്. ഇവന്മാരെ കാലടിച്ച് കൊടുക്കണമെങ്കിൽ എവൻ്റെയൊക്കെ എന്തിനാ അടിച്ചു കൊടുക്കണോടെ? പിന്നെ റോഡ് തടഞ്ഞു നിർത്തി പിന്നെ പിരിവ് നടത്തുക. നമ്മളാരെങ്കിലും ഒരു ഇതൊക്കെ അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ അന്നദാനം എന്നൊക്കെ പറഞ്ഞൊക്കെ നമ്മൾ ഇതിൻ്റെയൊക്കെ മറവിൽ ആത്മീയമോ അനാത്മീയമോ ഇതൊന്നും നോക്കാറില്ല. അവിടുത്തെ സൗകര്യത്തിനനുസരിച്ച് ഞാൻ കൊടുക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു പാവപ്പെട്ട ഒരു മേലധ്യക്ഷ ബന്ധമില്ലാത്ത ഒരാൾ വന്നിട്ട് ആക്ട് കൊടുക്കുമ്പോൾ ഇതിൽ നിന്ന് ഒലിച്ചു പോകണ നാടവിടെ നിൻ്റെ ആത്മീയം, ഇതിൽ ഒലിച്ചു പോണതാണോ നിൻ്റെ മതം? എങ്ങനെയെങ്കിൽ ആ മതത്തെ ആത്മീയത്തെ ഇന്ന് തന്നെ നീ വച്ച് മതിയാക്കണം. മനസ്സിലായില്ലേ? ഒരു ചെറിയൊരു തുണ്ട് പേപ്പർ, അത് അവർ പോലും വായിക്കാത്തൊരു പേപ്പർ, ആ പേപ്പർ നിന്റെ വീട്ടിൽ വന്നാൽ വായിച്ചാൽ ഒലിച്ചു പോണതാണ് നിന്റെ ആത്മീയവും നിന്റെ മതവുമാണെങ്കിൽ അത് ഇന്ന് തന്നെ വച്ച് മതിയാക്കണം. വളരെ ബലഹീനത ഉള്ളതാണ്. മനസ്സിലായില്ലേ? പിന്നെ ഈ ഇടയ്ക്ക് അവന് ഒരുത്തരുന്നുണ്ട് പറയണുണ്ട്, സായിപ്പിനെ വിളിയ. സായിപ്പിനെ ഒന്നും ഇവിടെ പാവപ്പെട്ട ഭാഷമാർക്കൊന്നും ബന്ധമൊന്നും കാണില്ല. അതൊക്കെ നിങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാക്കണം, കണ്ണുടച്ച് പൈസ ഉണ്ടാക്കുക, ഇതൊക്കെ എല്ലാം ഓരോരുത്തരൊക്കെ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എൻ്റെ തൊലിഞ്ഞ ഡയലോഗ് അടിക്കുന്നു. പക്ഷേ ഈ സായിപ്പിനെ ഒന്നും ഈ പാസ്റ്റർ ബന്ധമല്ല. സായിപ്പിനെ വിളിക്കണവരും ആവശ്യം വരുമ്പോൾ വിളിക്കണ അതിൻ്റെയൊക്കെ നേതാക്കന്മാരുണ്ട്. My friend, India's friend,
the President of the United States of America, Mr. Donald Trump. പിന്നെ ഇതിനിടയ്ക്ക് ഞാനൊരുത്തം പറഞ്ഞുണ്ടു, ഈ ഗോത്രവർക്ക് മേഖലയിൽ നീ വരരുതെന്ന്. എടാ, അതിൻ്റെ അർത്ഥം അറിയാമോ? അവന്മാർ ഇന്നും ഗോത്രവാസികളായിട്ട് ഇന്നും അന്ധതയിൽ, ഇരുട്ടിൽ, വിദ്യാഭ്യാസത്തിലൊക്കെ നീനൊക്കെ കാണുമ്പോഴൊക്കെ 7 അടിയും 6 അടിയും 8 അടിയൊക്കെ അകന്ന് മാറിയൊക്കെ പണ്ടത്തെ മനുവിൻ്റെ സ്മൃതിയിലെ കാലത്തിൽ ഇരിക്കണമെന്നല്ലേക്കടാ നിൻ്റെ ചിന്ത. എടാ, അവർ നിന്നെപ്പോലെ തുണി കൊടുക്കട്ടടാ, അവർ നിന്നെപ്പോലെ 4 അക്ഷരം പഠിക്കട്ടടാ. ആ ഒരു ചിന്ത നിന്നെക്കൊണ്ട് പറ്റിയില്ലെങ്കിൽ അങ്ങനെ ചെയ്യണവർക്കെങ്കിലും എവിടെയെങ്കിലും തടയാതിരിടാ. നീയൊക്കെ ഇപ്പോൾ ഒരു ഭയങ്കര ഒരു ഹോബി. ഞാൻ ചിന്തിക്കുന്നു, ഈ ഇടയ്ക്കൊക്കെ ഇപ്പോഴൊന്നും ഒരു പള്ളിക്കാരന്മാർക്കോ ആക്കോ ഒന്നും ആരെയും പിന്നെ ഇതിലൊന്നും കയറ്റാനോ ഇറക്കാനോ നരകത്തിൽ കൊണ്ടോ സ്വർഗത്തിൽ ഒരുത്തനുമില്ല. പണ്ടൊക്കെ ഉണ്ടായിരുന്നായിരിക്കും, എനിക്കറിയാം ഓരോ സമയത്ത്. ഇപ്പം അവനവൻ്റെ കാര്യം നോക്കി എല്ലാ ബാച്ചന്മാരും വയറ്റിപ്പഴപ്പും പിന്നെ ഒക്കെ നോക്കി ജീവിക്കുമ്പോൾ എല്ലാം അതുകൊണ്ടല്ല യാവും പ്രതികരിക്കുന്നു. ഏതൊക്കെ ഭാഷമാരും ഇപ്പോൾ ഇവിടെ പ്രതികരിക്കുന്നു, അച്ഛന്മാരും ബിഷപ്പന്മാരും പ്രതികരിക്കുന്നു. ഞങ്ങളൊക്കെ പോലെയൊക്കെ തേരാപ്പാരം അങ്ങോട്ട് ഇവിടെ മേലാഴ്ച കീഴഭൂമി നടക്കണം 1-2 മാത്രം ഇങ്ങനെ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാം അവനവൻ്റെ നിലനിൽപ്പ് നോക്കി ജീവിക്കുമ്പോൾ 1-2 പാവപ്പെട്ട അപ്പച്ചന്മാർ അവരെന്തെങ്കിലും കൈ കിട്ടി അവർ ലഘുലേഖം കൊണ്ട് ഇങ്ങനെ വീടുകൾ പോകുമ്പോൾ അവന്മാർ ന്യൂയോർക്കും വൈറ്റ് ഹൗസുമായിട്ട് ബന്ധത്തിലാണ് അവരിവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് അമ്മമാരുടെ കയറി ഹീറോയിസം ചമയുന്ന നിന്നെപ്പോലത്തെ ഉളകൾ വിട്ടികൾ ആരെങ്കിലും ഉണ്ടാടാ. നീ ഈ ഓലപ്പാമ്പ് കണ്ടിച്ച് പേടിപ്പിക്കണമെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. വാസ്തവം പറഞ്ഞാൽ ഇപ്പോൾ ഈ ISIS-ൻ്റെ ഒക്കെ വീഡിയോ ഇങ്ങനെയൊക്കെ സംഖ്യകൾ ഇങ്ങനെ ശ്രീരാം എന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെ എന്തിനാ ഇതൊക്കെ ഈ മരണത്തെ കാണിച്ചും പിന്നെ ഇതിനൊക്കെ കാണിച്ചും ഭീഷണിയൊക്കെ രക്തത്തെ കാണിച്ചൊക്കെ പേടിച്ച ഒരു തലമുറയൊക്കെ ഉണ്ടായിരുന്നു പണ്ടൊക്കെ. ഇപ്പം ആർക്ക് രക്തം? ഈ പണ്ടൊക്കെയാണ് ഗുണ്ടകൾ നമ്മളുണ്ട് തൊഴിയന്മാർ. ഇപ്പം എൻ്റെ MDMA എൻ്റെ ചുരുട്ട് എൻ്റെ നേരത്തെ പയ്യന്മാർ വിചാരിച്ചു കഴിഞ്ഞാൽ തീരാവുന്നുള്ളതേ ഉള്ളൂ ഇപ്പോഴത്തൊക്കെ. ഏത് പിന്നെ SSO SSO എന്തരായിരുന്നാലും മനസ്സിലായില്ലേ? പണ്ടൊക്കെയാണ് ഗുണ്ടകൾ ഡോൺ മറ്റത് മറിച്ചത്. എവിടെ ഡോൺ ഇപ്പം? എവിടെ ഗുണ്ടാ തലവ ഇപ്പം? ഒരു നെരുന്ത് പയ്യൻ ഇപ്പോൾ ഓരോ സ്റ്റേഷനിൽ കയറി പോലീസ് വരാന്മാരത്തൊക്കെ വിളയാടണം കണ്ടിട്ടില്ലേ? ഒരു നെരുന്ത് പയ്യൻ്റെ മനോഗതി ചെറുതായിട്ടൊന്ന് രാസപ്രവർത്തനത്തിലൂടെ മാറിയ തീരാവുന്നുള്ളതേ ഉള്ളൂ ഇപ്പം. ഇനി ഇതൊക്കെ മേലെ നടന്നുകൊണ്ടിരിക്കും. ഇതിൻ്റെ ഇടയിൽ കൂടെയാണ് SIS ഫോബിയ, RSS ഫോബിയ, ഇത് മുതൽ കാലുവെട്ടും. നിനക്കൊക്കെ തന്നെ പറയില്ലേടാ? എന്താ നിനക്കൊക്കെ എക്സ്ട്രാ ഹിറ്റിങ്ങുകൾ വല്ലതും ഉണ്ടോ നിനക്കൊക്കെ? പിന്നെ ഞാൻ പറയട്ടെ, എല്ലാ മതത്തിനകത്തും ഇപ്പോൾ ഈ കന്യാസ്ത്രീ പിന്നെ എൻ്റെ മക്കളൊക്കെ പഠിക്കുന്ന ചില സ്കൂളുകളിലൊക്കെ ഞാനും പോയി കന്യാസ്ത്രീമാരത്തൊക്കെ ഉടക്കിയിട്ടുണ്ട്. വീട്ടിലൊക്കെ ഈ മക്കളൊക്കെ ഇല്ലാത്ത ചില മുറിവുകളൊക്കെ പുറകെ വെളിപ്പെടുത്തുന്ന ഒറ്റപ്പെട്ട സംഭവങ്ങൾ കന്യാസ്ത്രീമാരുണ്ട്. അതും പിന്നെ സ്വാമിമാരും പാവപ്പെട്ട സ്വാമിമാരും ഗ്രാമീണത്തിലുള്ള സ്വാമിമാരും മേലെ ആൾ ദൈവ സ്വാമിമാരും ആൾ ദൈവ ഉസ്താദുമാരും ഉണ്ട്. യുവമാരൊക്കെ എല്ലാം കാട്ടിക്കൂട്ടുന്നതല്ല ഈ പാവപ്പെട്ട കന്യാസ്ത്രീമാരൊക്കെ, ആതുര പ്രവർത്തനം നടത്തുന്ന കന്യാസ്ത്രീമാരൊക്കെ സമൂഹത്തിൻ്റെ ഇടയിലുണ്ടേ. അപ്പോൾ അവരൊക്കെ ചെയ്യണതിനൊക്കെ ഇവരുടെയൊക്കെ തലയിൽ ഇങ്ങനെയൊക്കെ കൊണ്ട് വയ്ക്കരുത്. നിനക്കൊക്കെ പിന്നെ എന്തെങ്കിലും ചെയ്യണം താല്പര്യമുണ്ടെങ്കിൽ, പ്രതികരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ മേലധ്യക്ഷന്മാരുണ്ട് എല്ലാ മതത്തിലും. മേലധ്യക്ഷന്മാർ അവന്മാരെല്ലാം മച്ചാൻ കമ്പനികളാണ്. FCR അങ്ങോട്ടുള്ള ഇടപാടുകൾ വരുമ്പോൾ അങ്ങോട്ട് ഷെയർ പങ്കിടുന്നു. ഇങ്ങനെയൊക്കെ ഉണ്ട്. യൗമാരെടുത്ത് പോയി വിളയാടാൻ നോക്കണം. എടാ, ഈ പാവപ്പെട്ട ഒന്നും തിരിച്ചറിഞ്ഞാൽ പറ്റാതെ രാവിലെ എഴുന്നേറ്റ് ഒന്ന് അവന്മാർക്ക് ഒരു പ്രസംഗമോ പള്ളിയോ ആരും ഒന്നും കൊടുക്കുമല്ലോ. ചുമ്മാ ഒരു ട്രാക്ട് എന്തോ എടുത്തോണ്ട് വേറെ കൊണ്ട് കൊടുക്കുന്നു. അല്ല, അവന്മാരെന്ത് ചെയ്യുക? അതിനകത്തുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചാൽ പോലും അവർക്ക് നേരെ ദൈവം മറുപടി അറിയില്ല. അവന്മാർ മതപരിവർത്തനത്തിന് വേണ്ടി വരുന്നു, ഭാരതം മാറ്റാൻ വേണ്ടി വരുന്നു എന്ന് ചിന്തിച്ച് അവന്മാരൊരു വീഡിയോ ഉണ്ടാക്കി ശ്രീരാം എന്നൊക്കെ പറഞ്ഞ് വയ്ക്കിട്ട് നിന്നെപ്പോലത്തെ പോലത്തെ ഊളകൾ ലോകത്ത് എവിടെയുണ്ടാ? മനസ്സിലായില്ലേ? അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളുണ്ട്. ആ തലത്തിലൊക്കെ നിൽക്കുന്ന അമ്മമാരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മച്ചമ്പി വിളയാട്ട് ചെയ്യുകയാണ്. നീയും ബലിയാടുകളാണ്. ഇന്ന് ഈ വരുന്ന നിങ്ങളൊക്കെ ബഹുജനരംഗത്തുള്ള പ്രവർത്തകരെന്നോ RSSൻ്റെ പ്രവർത്തകരെന്നോ എന്നൊക്കെ പറഞ്ഞ് നിങ്ങളൊക്കെ ബലിയാടരെ. നിങ്ങളിപ്പോൾ പീഡിപ്പിക്കണമെന്ന് പറയില്ലേ ഈ ക്രിസ്തീയ അധ്യക്ഷന്മാർ, പെന്തക്കോസ് അധ്യക്ഷന്മാരും മേലധ്യക്ഷന്മാർ, യവന്മാരും നിൻ്റെയൊക്കെ മച്ചമ്പിമാരും അങ്ങനെ നിൻ്റെയൊക്കെ നേതാക്കന്മാരും ഒരു മേശയിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മച്ചമ്പി വിളയാട്ട് നടത്തിക്കൊണ്ട് ഷെയറും പങ്കിട്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് നീയൊക്കെ പാവപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് എന്നിനി നിൻ്റെയൊക്കെ അകത്ത് ഇരുള് മാറി വെളിച്ചം വരും. അവനവൻ്റെ കാര്യം നോക്കി, വീട്ടുകാരും നോക്കി, അച്ഛനും അമ്മ പിള്ളേർ കുടുംബകാര്യം നോക്കി ജോലി ചെയ്ത് ജീവിക്കാൻ നോക്കടാ.